ഇനി കൊച്ചി പനമ്പള്ളി നഗറിൽ വീണ്ടും വലിയൊരു കവർച്ച നടന്നിട്ടുണ്ട്. മാരകായുധങ്ങളുമായി എത്തി അടഞ്ഞു കിടന്ന വീട് കുത്തിത്തുടർന്നാണ് കവർച്ച നടത്തിയത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായിട്ട്. സഹിൻ, ഈ വലിയ മോഷണമാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്ന് നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം എത്ര രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നത് സംബന്ധിച്ച ഒരു കണക്കെടുപ്പ്, ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? എപ്പോഴാണ് ഇത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? ആരാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. സേതുലക്ഷ്മി, പനമ്പള്ളി നഗറിലെ ജോർജ് ഈഡൻ ക്രോസ് റോഡിലാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നിരിക്കുന്നത്. സ്റ്റീഫൻ ലൂയിസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റീഫൻ ലൂയിസ് ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ നിന്നും മുംബൈയിലാണ്, അദ്ദേഹത്തിൻ്റെ മകൻ മുംബൈയിലാണ് ജോലിയെടുക്കുന്നത്. അവിടെ മുംബൈയിലേക്ക് പോയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് 2 പേരാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഈ 2 പേര് 1 ലക്ഷം രൂപയുടെ മോഷണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അത് സ്റ്റീഫൻ ലൂയിസ് തന്നെ പോലീസിനോട് പറഞ്ഞൊരു കാര്യമാണ്. 1 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു, ആ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അദ്ദേഹം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് എന്തെല്ലാം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. അടഞ്ഞു കിടന്ന വീട് അത് ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തിത്തുറക്കുകയായിരുന്നു 2 പേർ. പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ 12 CCTV ക്യാമറകൾ, ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെയും വീടിൻ്റെ വാതിൽക്കലും എല്ലായിടങ്ങളിലും 12 CCTV ക്യാമറകൾ ഇവിടെയുണ്ട്. പക്ഷേ ഈ CCTV ക്യാമറകൾ ഉണ്ടായിട്ടും ഇത്ര ധൈര്യമായി ആരാണ് ഇവിടെ വന്ന് മോഷണം നടത്തുക? പ്രത്യേകിച്ചും ഈ പരിസരമെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, തൊട്ടടുത്ത് നിരവധി വീടുകളുള്ള ഒരിടം കൂടിയാണ്, എപ്പോഴും ആൾ സഞ്ചാരമുള്ള ഒരു വഴിയാണ്. മാത്രമല്ല നിരവധി വീടുകൾ തൊട്ടടുത്തടുത്തായി പല ഇടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു മോഷണം നടത്തിയിരിക്കാൻ കാരണം സ്റ്റീഫൻ ലൂയിസ് എന്ന് പറയുന്ന ആൾ പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് വീട് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾക്കാണ് വീട് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. ഇദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ഇല്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ആയിരിക്കാം മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നതും. അതുതന്നെ ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ അകത്തിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട് ആയുധങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. അതിനുശേഷം വീടിനകത്തേക്ക് കയറി ഇവിടെയായിരുന്നു ആദ്യം മോഷ്ടാക്കൾ വന്ന് അല്പനേരം ഒളിച്ചു നിന്നത്. ഇവിടെ പ്രത്യേകിച്ചും പതുങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരിടമാണിത്. ഇവിടെ വന്ന് പതുങ്ങി നിൽക്കുകയായിരുന്നു. ആളുകളില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് തൊട്ടടുത്തുള്ള ഈ വീട്ടിലേക്ക്, സ്റ്റീഫൻ ലൂയിസിൻ്റെ വീട്ടിലേക്ക് ഇവർ ചാടിക്കിടക്കുന്നത്. അതിനുശേഷമാണ് വാതിലുകൾ തകർത്ത് അകത്ത് കയറുന്നതും. എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് 1 ലക്ഷം രൂപയുടെ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പനമ്പള്ളി നഗറിൽ ഇത് 2ാമത്തെ സംഭവമാണ്. മുൻപ് സംവിധായകൻ ജോഷിയുടെ വീട്ടിലും ഇത്തരത്തിലുള്ള മോഷണം നടന്നിരുന്നു. എന്നാൽ ആ പ്രതിയെ പോലീസ് ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ 2ാമതും ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നിരിക്കുകയാണ്. സഹിന, വീട്ടുടമ അവിടെ എത്തിയിട്ടുണ്ടോ? വീട്ടുടമ സ്ഥലത്ത്, അടഞ്ഞു കിടന്ന വീടാണ്, വീട്ടുടമ സ്ഥലത്തേക്ക് എത്തിയോ? ഒപ്പം തന്നെ ആരാണ് ആദ്യമായിട്ട് ഈ വീട്ടിലൊരു മോഷണം നടന്നു എന്നുള്ളൊരു കാര്യം അറിയുന്നത്? പരിസരവാസികൾ ആരും തന്നെ ഈ മോഷണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും അവിടെ ഒരു മോഷണം നടക്കേണ്ട ഒരു സാഹചര്യം ഈ പരിസരത്തൊന്നുമില്ല. ഇതിവിടെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പരിസരവാസികളെല്ലാം തന്നെ പറയുന്നത്. അവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാകുകയും ചെയ്യും. അവരെല്ലാം പറയുന്നത് ഇങ്ങനെ ഒരു മോഷണമൊന്നും ഈ പരിസരത്തൊന്നും നടന്നിരുന്നത്. നമുക്ക് ഈ കാണാൻ കഴിയുന്നു, ഈ പ്രദേശത്ത് ആകമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. ചേട്ടാ, ഇവിടെ ആളുകളൊക്കെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടമല്ലേ? എപ്പോഴും ഇതിനു മുമ്പ് വല്ല മോഷണമൊക്കെ നടന്നിട്ടുണ്ടോ? അറിയില്ല, ഞങ്ങൾ വാടകക്കാരല്ലേ. ഇവിടുത്തുകാരാണ്, അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ മോഷണമൊക്കെ വല്ലതും നടന്നിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് ടൈമാണ്, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു. അങ്ങനെ എപ്പോഴും ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വഴി കൂടിയല്ലേ? അതെ. അതല്ല, ഇവിടെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആദ്യമാണ്. പനമ്പള്ളിയേർ ഒരു പക്ഷേ അപ്പുറത്തെ സൈഡിലേക്കില്ല, മെയിൻ റോഡില്ലേ, അവിടെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഭാഗത്ത് ആദ്യമാണ്.
അത് തന്നെയാണ് സേതു മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു വഴി, അവിടെ എങ്ങനെ മോഷണം നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ലൂയിസ് എന്ന് പറയുന്ന ആൾ ഇവിടെ നിന്നും ഒരാഴ്ചയായി മാറി ഓക്കെ നിൽക്കുന്നു സഹീൻ, എന്ന് എന്താണെങ്കിലും വളരെ വലിയ ഒരു കവർച്ച തന്നെയാണ് നടന്നിരിക്കുന്നത്.